ആതിര, വർത്തമാന കാലഘട്ടത്തിൽ ഒരാൾക്ക് പിന്തുണ നൽകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരു കാര്യത്തെപ്പറ്റി രണ്ട് പക്ഷമുണ്ടാകും. ശരിയായ പക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടരും തെറ്റായ പക്ഷത്തോടൊപ്പം നിൽക്കുന്ന മറ്റൊരു കൂട്ടരും. നോക്കൂ, ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമൂഹത്തിലെ ഒരു കൂട്ടം പേർ, ദിലീപ് അനുകൂലികൾ എന്ന് പറയുന്ന, അവനൊപ്പം എന്ന് പറയുന്ന ഒരു കൂട്ടം പേർ കടന്നാക്രമിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഭാഗ്യലക്ഷ്മിക്ക് നേരെ ആസിഡ് അറ്റാക്ക് നടത്തുമെന്ന് പറയുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഫോൺ വിളി അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത്. അവരിങ്ങനെ കള്ളം പറയേണ്ട ഒരു കാര്യമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ അവിശ്വസിക്കേണ്ടതില്ല. അതേപോലെ തന്നെ അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിലീപ് കോടതി ഉത്തരവ് വഴി കുറ്റവിമുക്തനായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇനി തിരിച്ചാക്രമിക്കാനുള്ള സാഹചര്യങ്ങൾക്കുള്ള കോപ്പ് കൂട്ടുകയാണോ? അങ്ങനെ ഒരു സൂചന പലരും പറഞ്ഞു കേൾക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിയമത്തിൻ്റെതായിട്ടുള്ള ഇനി യാതൊരുവിധ തടങ്കലുകളും ദിലീപിനില്ല, പാസ്പോർട്ട് വരെ തിരിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയൊരു അജ്ഞാത ഫോൺ വിളി ഭാഗ്യലക്ഷ്മിയിലേക്ക് എത്തുകയാണ്. കാരണം നമ്മൾ ഈ വിധി വന്നതിന് ശേഷം തൊട്ട് നമ്മൾ കാണുന്നൊരു മുഖമാണ് ഭാഗ്യലക്ഷ്മിയുടേത്. മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലേക്ക് വന്ന് തന്നെ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള പൊട്ടിത്തെറികളും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഫോൺ സന്ദേശത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇനി നീ ദിലീപിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാണ് ഈ പറയുന്ന അജ്ഞാത ഫോൺ സന്ദേശത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് തപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ദിലീപിൻ്റെ അടുത്തേക്കൊക്കെ എത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദിലീപിന് അതിന് ഡയറക്റ്റ് ബന്ധമൊന്നും ഉണ്ടാവില്ല. കാരണം ദിലീപിനെ പറ്റി ഇനി ആരെന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം കോടതിയിലേക്ക് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാത്തതിന്റെ ഭാഗത്ത് നിന്ന് നിയമസഹായമല്ല, നിയമസഹായത്തിനപ്പുറത്ത് ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം പിന്തുണയുമായി നിന്നിരുന്ന എല്ലാവരെയും തന്നെ കടന്നാക്രമിക്കും. സോഷ്യൽ മീഡിയ വഴിയായാലും അല്ലെങ്കിൽ അവർ ദിലീപിൻ്റെ ഉപചാര ബന്ധങ്ങൾ വഴിയായാലും അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന PR ടീം വഴിയായാലും ഫിസിക്കലായിട്ടല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാം ഒരു VR AR ലോകത്താണല്ലോ താമസിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയായാലും ആക്രമിക്കാമെന്നുള്ള ഒരു ധാരണ ദിലീപിന് ഈ ഘട്ടത്തിലും വരുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നതല്ലേ? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് കൃത്യമായിട്ടുള്ള PR ഉണ്ട്. ദിലീപ് മാത്രമല്ല, സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും അവർ ഏത് മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ പല പോലീസുകാർക്കും ഒരു PR ഉള്ളത് ഞാൻ അടുത്തിടയ്ക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാൾക്കൊരു PR ഉള്ളത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ PR അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അന്ധമായിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഭാഗ്യലക്ഷ്മിയിലേക്ക് ആ കോൾ എത്തിയത് അങ്ങനെ അന്ധമായിട്ട് ദിലീപിന്റെ ഫാനായിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കും. കാരണം അങ്ങനത്തേക്ക് കുറേ അധികം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അന്ധമായിട്ടുള്ള ആൾക്കാർ, ഈ പണ്ട് ലാലേട്ടൻ മമ്മൂക്ക ഫാൻസിന്റെ ഒരു അടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു വെർഷനായിട്ടൊക്കെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇതിന് ദിലീപിന് പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണില്ല. കാരണം ദിലീപിന് ഒരാളെ ആക്രമിക്കണമെന്നുണ്ട് എങ്കിൽ അത് പോസിബിൾ ആണ് ഈ ഒരു ലോകത്ത്. കാരണം അത്രത്തോളം സ്വാധീനവും പണവും നിയമത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്രോതസ് ഉള്ള ഒരാളാണ് ദിലീപിനെ പോലൊരാൾ. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഇവരെ ഭീഷണിപ്പെടുത്തി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ദിലീപിന് പ്രത്യേകിച്ച് പങ്കൊന്നും. പക്ഷെ ഈ അന്ധത എന്ന് പറയുന്ന രീതിയിൽ ഇത്തരം PR വർക്കുകൾ പോകുമ്പോഴത്തേക്കും ഇതിനകത്തിൽ നിങ്ങളാണ് ഈ ലൂപ്പിൽ പെട്ടുപോകാൻ പോകുന്നത്. നിങ്ങളെ സംരക്ഷിക്കാൻ ഈ പറയുന്ന ദിലീപ് ഒന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ നാളെ പോയി ഭാഗ്യലക്ഷ്മിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ട് ദിലീപിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ദിലീപ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇവർക്ക് അവരുടെ ആത്മനിർവൃത്തി എങ്ങനെയെങ്കിലും അടയണം എന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഭാഗ്യലക്ഷ്മി ആണെങ്കിലും ദിലീപിന് പച്ചയ്ക്ക് വന്നെന്തെങ്കിലും ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കൃത്യമായി ഈ ഇത്തരം തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പറയുന്ന ബാലചന്ദ്രകുമാറിന്റെ വൈഫിന്റെ ആ ഒരു അത്തരം പരിപാടി ഒരു പൊതു സദസ്സിലേക്ക് ഇവരൊക്കെ വന്ന് സംസാരിക്കുന്നതും. അല്ല, ഇപ്പൊ അതിജീവിതം ഇട്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയത് ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ. മാർട്ടിന്റെ പുറത്ത് വന്നൊരു വീഡിയോ ഉണ്ട് കഴിഞ്ഞ ദിവസം, നഗ്നതാ ദൃശ്യം. അതാണ് ഈ പറയുന്ന നടി തന്റെ പോസ്റ്റിനകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനാണല്ലോ, ഞാൻ നിങ്ങളുടെ ദൃശ്യങ്ങൾ അതായത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്ത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അത് തന്നെ ഭാഗ്യം എന്നുള്ളൊരു സർക്കാസ്റ്റിക് ആയിട്ടൊരു പോസ്റ്റാണ് ഇപ്പോൾ അതിജീവിതം ഇട്ടിരിക്കുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അന്തം ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്.
ഈ പറയുന്ന ഞാൻ കണ്ടിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന അന്തം ഫാൻസ് നോട്ട് എ സർവൈവർ നോട്ട് എ പോയിട്ടുള്ളത്. വിക്ടിം, ഇറ്റ്സ് ഓൺലി എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോസ്റ്റ്. ഇത് താങ്കൾ ഒരു ദിലീപ് ഫാൻസിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ പറഞ്ഞിന് ഞങ്ങളുടെ ദിലീപേട്ടന് എന്താ അത്തരം മാനുഷിക പരിഗണനകളും നിങ്ങൾ നൽകുന്നില്ലല്ലോ, ഒരു കാര്യവുമില്ല, നിങ്ങൾ പിടിച്ചോണ്ട് പോയതല്ലേ, വീണ്ടും ആ മനുഷ്യനെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ദിലീപ് ഫാൻസ് ആൾക്കാർ പറഞ്ഞേരെ. പക്ഷെ ഇപ്പോഴും ഇവർക്ക് ഈ സർവൈവർ എന്താണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്കും എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ഈ ഒരു കേസ് ഡയറി ഒന്നും അതെ 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 പഠിക്കാതെ PR ടീമുകൾ തിരികെ കൊടുക്കുന്ന കുറെ മാസ് ഡയലോഗുകൾ ആണ് പലരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. കൃത്യമായി ഇപ്പോൾ ആതിര ഉൾപ്പെടെയുള്ള ജേർണലിസ്റ്റുകൾ ആ വിധി പകർപ്പ് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. 1780 സംതിങ് പേജുകളുള്ള അതിൽ നമുക്ക് വായിക്കുമ്പോൾ വിധി എന്താണ് ഇങ്ങനെ, പ്രോസിക്യൂഷൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കോടതി അംഗീകരിക്കുന്നില്ല എന്ന് ഒരു സാധാരണക്കാരൻ ഒരു പ്രെജുഡിസ്ഡ് മൈൻഡ് ഇല്ലാതെ നോക്കുമ്പോൾ തന്നെ വിധിയിൽ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും തെളിയിക്കുക, ഈ കോൺസ്പിറസി തെളിയിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഈ അന്തം ആൾക്കാർ ഇത് മനസ്സിലാകും എന്നുള്ളത്. കാരണം ഒരു ഡയറക്റ്റ് ആ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളെക്കാട്ടിലും വളരെ കുറച്ചുകൂടെ പാടാണ് ഈ ഗൂഢാലോചന തെളിയിക്കാൻ. ഇയാളാണ് ആ കൊട്ടേഷൻ കൊടുത്തതെന്ന് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പ്രോസിക്യൂഷൻ അവിടെ ബലമില്ലാത്തതാണ് എങ്കിൽ ഇതവിടെ നിലനിൽക്കില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഈ കൊലവിളികളൊക്കെ നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും പറയാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് കുറേ അധികം സംശയങ്ങൾ പല കേസിലും, അതിപ്പോൾ ഒരു ഈ കേസ് ദിലീപിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട ഈ ഒരു കേസിൽ മാത്രമല്ല, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പല കേസുകളിലും അല്ലെങ്കിൽ ഇനി മേ ബി കുറ്റം തെളിഞ്ഞ് ആ കുറ്റവാളികളെ ജയിലിൽ പിടിച്ച് ഇട്ടിട്ടുള്ള കേസുകളിൽ പോലും ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ഇയാൾ തന്നെയാണോ കുറ്റവാളി, ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇയാളോട് ഒരു ദേഷ്യം വരുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കോടതി പ്രകാരം തെളിഞ്ഞതാണ്, ഇനി നിങ്ങൾക്ക് അതിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നൊരു വ്യവസ്ഥ ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ദിലീപിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഞാൻ കേട്ടു വന്നൊരു കാര്യം എന്ന് പറയുന്നത് കോടതി അയാളെ വെറുതെ വിട്ടതാണ്. ദിലീപിനെ വീണ്ടും അല്ലെങ്കിൽ ദിലീപിനെ ക്രൂശിക്കപ്പെടാൻ, ദിലീപിനോടുള്ള വ്യക്തി വൈരാഗ്യം ഇവിടെ ഒരാൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതോടൊപ്പം തന്നെ നമുക്ക് ആ കേസ് ഡയറി അല്ലെങ്കിൽ ആ കേസ് ഫയൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർക്ക് പൂർണ്ണമായും നീതി കിട്ടിയില്ല എന്നൊരു ബോധ്യത ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഈ കേസ് ഡയറിയെ പറ്റി സംസാരിക്കുന്നതും ആദ്യം തൊട്ട് അല്ലെങ്കിൽ ഒരു 8.5 വർഷത്തോളം ഈ പറയുന്ന രീതിയിൽ പ്രതിയാണെന്ന് കണക്കാക്കപ്പെട്ട ദിലീപിനെ വീണ്ടും നമ്മൾ സംശയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ദിലീപിന് ഇത്രത്തോളം സ്വാധീനമുള്ള ഒരാളായിരുന്നു. ഇനിയും അതിജീവിതക്കെതിരെയും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്കെതിരെയും അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾക്കെതിരെയും ഇത്തരത്തിൽ ഒരു ഫിസിക്കൽ ആക്രമണം നടന്നാൽ അത് എന്താണ്, അത് തികച്ചും യാദൃച്ഛികമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അവര് ഇപ്പോൾ നടി ഇട്ട ഒരു ആ പോസ്റ്റ് തന്നെയാണ് എനിക്ക് ഇതിന്റെ ഒരു ഉത്തരവായിട്ട് തോന്നുന്നത്. കാരണം വേണമെങ്കിൽ പറയാനുള്ളത് നിങ്ങളത് അർഹിക്കപ്പെട്ടതാണ് എന്നായിരിക്കാം ആ ഒരു ടാഗ്. ഒരു ആക്രമണം നമ്മൾ കേട്ട് കഴിഞ്ഞാലും ഇനി പലരും പറയാൻ പോകുന്നത് തന്നെ അവരത് അർഹിച്ചതാണ്, കുറെ കടന്ന് പറഞ്ഞതല്ലേ, അർഹിക്കപ്പെട്ടൊരു അറ്റാക്ക് ആണ്. അതിൻ്റെ അപ്പുറത്തേക്കും അവരുടെ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആവശ്യം കിട്ടുമോ എന്നുള്ളത്. ഈ പറയുന്ന അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാനൊന്നും ഇല്ല. ഇനി കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് അവസരങ്ങളിൽ ഇവരെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അജ്ഞാത കോളുകളുമായി ഇറങ്ങിത്തിരിക്കുന്നവരൊന്ന് മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങളുടെ അന്തത്തിന് ഈ പറയുന്ന ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള ദിലീപ് തന്നെ ഒരു ഘട്ടത്തിൽ കൈ ഒഴിഞ്ഞേക്കാം. ഇനി അദ്ദേഹത്തിന് ഇതേപോലെ കേസുകൾ ചുമലിലേക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. അദ്ദേഹത്തിന്റെ ഏട്ടൻ വന്നതുപോലെ തിരിച്ചു പോയെന്ന്, ബബബയിലൂടെ ഏട്ടൻ വന്നതുപോലെ തിരിച്ചു പോയെന്ന് ഒരു കൂട്ടർ പറയുന്നു, ഏട്ടന്റെ തിരിച്ചുവരവാണെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അപ്പോൾ ആ ഒരു അടുത്ത ഒരു കരിയർ ജേണി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇനി ഇത്തരക്കാർ ഉണ്ടാക്കുന്ന കേസ് കൂടി ദിലീപിന്റെ മണ്ടയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്തായാലും കൈ ഒഴിയത്തേ ഉള്ളൂ. തീർച്ചയായും ഒരു നടനും ഒരാളും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ നിങ്ങൾ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കുമാണ് നഷ്ടം ഉണ്ടാവാൻ പോകുന്നത്. അതേപോലെ നിങ്ങൾ ആസിഡ് അറ്റാക്കിന് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഇവിടെ ഒരു സർവൈവർ കൂടെ ജനിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ തളർത്തി കളയാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.